ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തുവിൽ എളിവനായ എനിക്ക് ദൈവം വെളിപ്പെടുത്തി തന്ന സത്യവചനങ്ങളെ പ്രസ്താവിക്കുവാൻ അവസരം തന്ന ദൈവത്തിന് മഹത്വം. സത്യവചനങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനേക വിശ്വാസികളിൽ സമാധാനമില്ല, സന്തോഷമില്ല, രോഗങ്ങളാണ്, പലവിധമായ പ്രശ്നങ്ങളാണ്. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും ഒരു മുന്നേറ്റവുമില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിൻ്റെ പേരിലാണ് പലരും നശിച്ചു പോകുന്നത്. ദൈവത്തിൻ്റെ വചനത്തെങ്കിലാണ് പലരും നശിച്ചു പോകുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കാം. ന്യായപ്രമാണത്തിൽ ഒരു പുള്ളി വീണു പോകുന്നതിനേക്കാൾ ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുന്നത് എളുപ്പം. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കാം. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ബാധകൾ അവന്റെ മേൽ വരുമെന്നാണ്. ദൈവത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മൾ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ വചനത്തിങ്കൽ ഇവിടെ വെളിപ്പാട് പുസ്തകത്തെ മാത്രമായി പറയുന്നവരുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വാക്കുകൾ എന്ന് നമ്മൾ പൊതുവിലെടുത്താൽ ദൈവത്തിന്റെ വാക്കുകളിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താൽ ഈ പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്ന സകല ബാധകളും അവിടെ മേൽ വരുമെന്നാണ്. എന്നാൽ വിശ്വാസികളായിരിക്കുന്ന പലർക്കും ദൈവത്തിന്റെ വചനങ്ങളെ കൂട്ടുന്നതും കുറയ്ക്കുന്നതും തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം നാം കേൾക്കുന്ന ചർച്ചകളിൽ പോകുമ്പോൾ കേൾക്കുന്ന സുവിശേഷം അത് തിരുവഴുത്തിലുണ്ടോ, അത് എത്രത്തോളം ശരിയാണ് എന്ന് ആരും ഹിതപരിശോധന ചെയ്യാറില്ല. കേൾക്കുന്നതൊക്കെയും വേദവാക്യമായി ഹൃദയത്തിൽ സംഭരിച്ച് അതിനെ ഉൾക്കൊണ്ട് അതാണ് ശരിയെന്ന് മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഉദാഹരണത്തിന് സ്വർഗീയ വിരുന്ന്. ഈ സ്വർഗീയ എന്നുള്ള വാക്കുണ്ട്, പക്ഷെ വിരുന്ന് എന്നുള്ളതില്ല. ഈ വിരുന്ന് ആരാണ് കൂട്ടിയത്? അത് തിരുവഴുത്തിൽ ഇല്ലാത്തതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അതുപോലെയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപികളെ തേടി വന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നു എന്നുള്ളത് തിരുവഴുത്തിലുണ്ട്. ഈ തേടി എന്നുള്ളത് തിരുവഴുത്തിലില്ല. ഈ തേടി എന്നുള്ളത് ആരാണ് കൂട്ടിയത്? ഇങ്ങനെ നിരവധി തിരുവഴുത്തുകളെ നമ്മൾ ഹിതപരിശോധന ചെയ്യുമ്പോൾ അനേക തെറ്റുകൾ നമ്മൾ പഠിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വന്നു. 1 തിമോഥെയോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം വായിക്കും. 1 തിമോഥെയോസ് 1-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം. ക്രിസ്തയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാത്രമല്ല നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ നീതിമാന്മാരെ അല്ല അന്വേഷിച്ചു വന്നത്, പാപികളെ അത്രേ മാനസാന്തരത്തിനായി വിളിക്കുവാൻ വന്നതെന്നാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പാപികളെ തേടി വന്നതെന്നാണ്. ഈ തേടി എന്ന് പറയുന്നത് കൂട്ടിയതാണ്. ആരാണ് കൂട്ടിയത്? അവർക്ക് എന്താണ് സംഭവിച്ചത്? അത് കേട്ട് പഠിച്ചവർക്ക് എന്താണ് സംഭവിക്കുന്നത്? അങ്ങനെ നിരവധി തിരുവഴുത്തുകളിൽ ഇല്ലാത്ത വാക്കുകൾ നമ്മൾ പഠിക്കുകയും നമ്മൾ ഹൃദയത്തിൽ വച്ചിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കുക.